വഴുതാതെ നടക്കുവാനുള്ള കൃപ പിന്നെയും നൽകിത്തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവവചന ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതായ തിരുവചന വേദഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ഒന്നുകൂടെ വായിക്കാം. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. അതിനോട് ചേർന്ന് തന്നെ വേറൊരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ വചനഭാഗങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഭൂരിഭാഗവും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും എല്ലാ നിലകളിലും നമ്മൾ അംഗീകരിക്കുന്ന നിലകളിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനാൽ വിരചിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് 12-ാം അധ്യായം 13 അധ്യായങ്ങൾ അധ്യായങ്ങളെ കൊണ്ട് ഉള്ളടക്കം ചെയ്യപ്പെട്ട ഈ പുസ്തകം ന്യായപ്രമാണങ്ങളെയും അതുപോലെ ദൈവത്തിന് സ്തോത്രം പഴയ നിയമ ആചാര അനുഷ്ഠാനങ്ങളെയും പഴയ നിയമ ആരാധനയും ഒക്കെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ പൊരുളുകൾ തിരിച്ചു തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ നിഴലായിരിക്കുന്ന എല്ലാ സത്യങ്ങളെയും പൊരുളായിട്ട് ക്രിസ്തുവിൽ നിറവേറി എന്ന് തെളിയിച്ചുകൊണ്ട് യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ, ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ സവിസ്തരമായി ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തൊട്ട് തന്നെ എല്ലാ അധ്യായങ്ങളും ഹല്ലേലൂയ നമുക്ക് പലർക്കും പരിചിതമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ന്യായപ്രമാണവും ആരാധനയും ആലയവും സമാഗമന കൂടാരവും അവിടുത്തെ എല്ലാ ഉപകരണങ്ങളും ഹല്ലേലൂയ ക്രിസ്തുവിൽ എങ്ങനെ നിറവേറി എന്നുള്ളതായ സവിസ്തരമായ ഒരു പൊരുളാണ് നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷികളുടെ സമൂഹത്തെ കുറിച്ച് ഹല്ലേലൂയ വിശ്വാസ വീരന്മാരുടെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ഒക്കെ പ്രസ്താവിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതായ 1-ാം വാക്യം ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ, ദൈവത്തിൽ നിന്ന് അനുഭവിച്ചവർ, ദൈവ കൃപ ഏറ്റെടുത്തവർ നമുക്ക് ചുറ്റും സാക്ഷിയായി നിലകൊള്ളുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഭാരപ്പെടാതെ, നമ്മൾ നിരാശപ്പെടാതെ, നമ്മൾ വേദനപ്പെടാതെ, നമ്മൾ ചഞ്ചലിക്കപ്പെടാതെ അചഞ്ചലരായി നിന്നുകൊണ്ട് ഹല്ലേലൂയ ഇതൊക്കെയൊന്ന് നോക്കിക്കാണണം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തെ ഹല്ലേലൂയ പരമോന്നതന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിഴലായി ഹല്ലേലൂയ കാലഘട്ടങ്ങൾക്ക് മുന്നായിട്ട് വെളിപ്പെട്ടവൻ ഹല്ലേലൂയ ഇന്ന് പൊരുളായി നമ്മുടെ മധ്യത്തിലും നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്. ക്രിസ്തലോ നമുക്ക് പ്രത്യാശ നൽകി തരുന്ന ദൈവമാണ്. സ്തോത്രം. 2-ാം വാക്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ചുവടുകൾ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് നോട്ടം വെക്കേണ്ട
ഒറ്റ സ്ഥലമേയുള്ളൂ, നോട്ടം വെക്കേണ്ട ഒറ്റ വ്യക്തിയേയുള്ളൂ. അത് നസറയത്തുകാരനായ യേശുവാണ്. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. അവൻ പൂർത്തി വരുത്തുന്ന കർത്താവാണ്. നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല, നമ്മെ നിരാശപ്പെടുത്തുന്നവനല്ല, നമുക്ക് ഉത്തരം തരാതിരിക്കുന്നവനല്ല. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറയുന്നത് അവൻ പൂർത്തി വരുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പല വാക്കുകളും നമുക്ക് നൽകിയിട്ട് നമ്മളെ അസ്ഥാനത്ത് ഇറക്കി വിടുമ്പോൾ, മനുഷ്യൻ പല വാക്കുകളും നമ്മളോട് ഹല്ലേലൂയ അചഞ്ചലമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിയിട്ട് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ എന്താ പറയുന്ന സ്തോത്രം ഒറ്റയ്ക്ക് വിടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, സകലത്തെ പൂർത്തി വരുത്തുന്നൊരു ദൈവം. ജീവിതത്തിൽ എല്ലാറ്റെയും പൂർത്തി വരുത്തുന്നൊരു ദൈവം. ഭാരമാണോ, ഭാരത്തെ നീക്കി നമ്മെ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. രോഗമാണോ, രോഗശയ്യയിൽ കൂടെ ഇരുന്ന് നമ്മെ സൗഖ്യമാക്കി നമുക്ക് പൂർണ്ണത നൽകുന്ന ദൈവം. കടഭാരമാണോ, നിരാശയാണോ, വിവിധ വിഷയങ്ങളാണോ, ഏതിന്റെ നടുവിലും നമ്മളെ ഹല്ലേലൂയ അപൂർണരായി വിടാതെ, നിരാശയിലേക്ക് തള്ളിക്കളയാതെ, ഹല്ലേലൂയ ഈടർച്ചയിലേക്ക് തള്ളിക്കളയാതെ നമ്മെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നൊരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ 12-13 വാക്യങ്ങളിൽ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആ വാക്യം യഥാർത്ഥത്തിൽ അതൊരു കൺക്ലൂഷൻ പോലെയാണ് ആ 13-ാം വാക്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിന്റെ സ്തോത്രം 10 മുതൽ ആ വാക്യം വായിക്കുമ്പോൾ, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ, അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ആ വാക്യം ആരംഭിക്കുന്നത്. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. 11-ാം വാക്യം, ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതുകൊണ്ട്, അങ്ങനെയാണ് 12-ാം വാക്യത്തിൽ. ആകയാൽ 10-ാം വാക്യം മുതൽ ആ ഹല്ലേലൂയ വിഷയത്തെ ആരംഭിക്കുന്നത് നമ്മളിൽ വിശുദ്ധി പൂർണ്ണമാകേണ്ടതിന്, നമ്മളിൽ നിർമ്മലത പൂർണ്ണമാകേണ്ടതിന്, നമ്മുടെ വിശ്വാസ ജീവിതം പൂർണ്ണമാകേണ്ടതിന്, ഹല്ലേലൂയ നമ്മുടെ ഗുണീകരണം പൂർണ്ണമാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ ബാലശിക്ഷകൾ നമ്മുടെ വിശുദ്ധിയും നിർമ്മലതയും ഗുണീകരണവും പൂർത്തീകരിക്കപ്പെടേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യ തലങ്ങളിലോട്ട് ഇത് കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, ദൈവമേ ഈ രോഗം എന്തിനാണ്, ഈ കഷ്ടത എന്തിനാണ്, ഈ നിരാശ എന്തിനാണ്, ഈ വേദന എന്തിനാണ്? ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എന്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണവും ഗുണീകരണവും നിർമ്മലതയും പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനാകുന്നു ഈ ബാലശിക്ഷകൾ നമുക്ക് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇവിടെ അതുകൊണ്ട് ഈ ശിക്ഷയൊന്ന് അനുഭവിച്ച് നമ്മൾ തികഞ്ഞവരായി തീരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം വചനത്തിൽ നിന്ന് പറയുന്നു, പിന്നത്തേതിലോ ഈ ശിക്ഷകളാൽ അഭ്യാസം തികഞ്ഞവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം വിടുവിക്കട്ടെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം വിടുവിക്കട്ടെ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം വിടുവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുരക്ഷിതമായ ദൈവരാജ്യത്തിൽ എത്തുന്നത് വരെ നമ്മെ നീതീകരണത്തിലേക്കും ഗുണീകരണത്തിലേക്കും നടത്തിക്കൊണ്ടു പോകുന്നത് അത് സന്തോഷത്തിന്റെയും ഹല്ലേലൂയ സമാധാനത്തിന്റെയും നിലകളിലേക്ക് എത്തിച്ചേർക്കുന്നത് ഈ ലോകത്തിന്റെ അനുഭവങ്ങളല്ല, മറിച്ച് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരുന്ന ബാലശിക്ഷകളാകുന്നു എന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാ. സ്തോത്രം. കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഓർക്കണം, ഈ കണ്ണ് തിളങ്ങുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരമ്യാവ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ തലയെ വെള്ളമാക്കണം. സ്തോത്രം. എന്റെ കണ്ണിനെ കണ്ണുനീർ ഉറവാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അനുഭവിക്കുന്ന ശിക്ഷാവിധിയുടെ നടുവിൽ സ്വന്തം ദേശത്തെ വിട്ടുകളഞ്ഞിട്ട് പരദേശവാസം അനുഭവിക്കുമ്പോൾ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ പാപത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ എൻ്റെ തലയെ ഒന്ന് വെള്ളമാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? ഇന്ന് ഹല്ലേലൂയ നമ്മൾ നമ്മുടെ വിശുദ്ധിയുടെ മഹിമ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഹല്ലേലൂയ എന്തൊക്കെയോ ആണ് എന്ന് ഹല്ലേലൂയ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ ദേവദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തിയുടെ ഒരു വേഷമണിഞ്ഞ് ഹല്ലേലൂയ ഞാൻ ഭക്തനാണെന്ന് കാണിക്കേണ്ടതിന് ഹല്ലേലൂയ സകല കുതന്ത്രങ്ങളും പ്രയോഗിച്ച് ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന വ്യാജേനയാ ആത്മജീവിതം ഹല്ലേലൂയ കഴിക്കുന്നവരോട് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ തികവിലേക്കും ഹല്ലേലൂയ വിശുദ്ധീകരണത്തിന്റെ നിറവിലേക്കും ഹല്ലേലൂയ ഹല്ലേലൂയ നീതീകരണത്തിന്റെ പൂർണ്ണമായ അനുഭവത്തിലേക്കും സ്തോത്രം കടന്നു വരേണ്ടതിന് ഒരു മരത്തെ ചെത്തിയെടുത്ത് ഹല്ലേലൂയ ഫലം കായ്ക്കേണ്ടതിന് കൊള്ളാകുന്നതാക്കി തീർക്കുന്നത് പോലെ ബാലശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെ തികഞ്ഞവരാക്കി തീർക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിനാണ് ശിക്ഷകൾ കടന്നു വരുന്നത് എന്നാണ് 10-11 വാക്യങ്ങൾ നമ്മോട് ഹല്ലേലൂയ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് പിന്നത്തേതിൽ അഭ്യാസം തികഞ്ഞവർക്ക്, നമ്മൾ ഒരു ജയം അവകാശമാക്കണമെങ്കിൽ ചില അഭ്യസനത്തിൽ കൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചേ, ഹല്ലേലൂയ നഴ്സറി ക്ലാസ് മുതൽ ഹല്ലേലൂയ ഓരോ ക്ലാസ്സും പിന്നിടുന്ന കുഞ്ഞുങ്ങൾ അതാത് പ്രായത്തിലും ക്ലാസ്സിലുമുള്ള പാഠങ്ങളിൽ അഭ്യാസം പ്രാപിക്കുന്നു. അതിന് ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിൽ വിജയം പ്രാപിക്കുന്നു. അത് കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് അവരെ കയറ്റിവിടുന്നു. സ്തോത്രം. അടിസ്ഥാനമായ പാഠങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ ഹയർ സ്റ്റഡിയിലേക്ക് പോകുകയാണ്. പലതും അവർ ബുദ്ധി സംബന്ധമായിട്ട് അവരുടെ കഴിവുകൾ പ്രയോഗിച്ച് നേടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നു, നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഇപ്രകാരമുള്ള അനുഭവമാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പടവുകളാണ് ഓരോ ശിക്ഷകളും, അതിൻ്റെ പടവുകളാണ് ഓരോ ഹല്ലേലൂയ അനുഭവങ്ങളും. സ്തോത്രം. പൊറുതിമുട്ടിയായിരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ പൊറുതിമുട്ടി കരയേണ്ട. ഹല്ലേലൂയ ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഹല്ലേലൂയ പൊറുതിമുട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയരുതേ. ഹല്ലേലൂയ. അതിനാൽ പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. സ്തോത്രം.
ഹാലലൂയ. ഓ റബാന ശംധരാതിരകടകച്ചസ്തി. വചനത്തിന്റെ കലാഴത്തിലേക്ക് പിന്നെയും വരട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ കൈ തളർന്നിരിക്കുന്നു എങ്കിൽ, മുഴങ്കാൽ കുഴഞ്ഞിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്. ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിൽ തന്നെ താണുപോകാതെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ. റബാന ശംധേരകൽ കെടക ശൈഡകരകദന അധുരാദലകടക ശംദൽ പൗഡബറീകമനാദരകടക അസ്കരാദരകടക ശംദരാദിലാദരകടക. ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ അത്യാവശ്യമായ ചില ഘടകങ്ങളുണ്ട്. നിന്റെ ജീവിതത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചില തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. തീരുമാനങ്ങൾ ഉറപ്പുള്ളതാണെങ്കിൽ ജീവിത ശൈലി അത് ശ്രേഷ്ഠകരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹല്ലേലൂയ. ജീവിതത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം. വചനം പറയുന്നു, ആടുന്ന വേലി ചായുന്ന, ഹല്ലേലൂയ, ഓടയും പോലെ ഒക്കെ നമ്മൾ വേലിയും പോലെയൊക്കെ ആയിരുന്നാൽ സുസ്ഥിരമായൊരു ആത്മീയ ജീവിതം നമുക്ക് ലഭ്യമല്ല. ഇന്ന് പൽക്കാലം ഞാൻ ആത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഹല്ലേലൂയ, സുസ്ഥിരമായ ആത്മീയത്തിന്റെ പടവുകളെ ചവിട്ടിക്കയറുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. ഓ റഖമന ശംദരാദരഘടക അധുരാദലഘടക ശൈഡകരക. തീരുമാനങ്ങളിൽ പ്രാപ്തിയുണ്ടാകാതെ, സ്തോത്രം, ഇത് ശരിയാണോ എന്നുള്ളതായ സംശയ ചിന്താകുലങ്ങളിട്ട് ഹല്ലേലൂയ ജീവിതത്തെ ഹല്ലേലൂയ താളപ്പിഴകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഈ പകൽക്കാലം തിരിച്ചറിയണമേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പ്രബോധിപ്പിക്കുകയാ. സ്തോത്രം. ഓ റബല ശബ്ദരാതിരാധനഘടക അസ്കരാതിരാധനഘടക ശബ്ദൽ കടകച്ചസി അന്ധനാദരാധനഘടക ശൈഡകരകഥന അബ്ദലെ റികൽ കടക. സ്മൂത്തായി പണിതുകൊണ്ടു പോകുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് കോടാലി വയ്ക്കുവാൻ, അതിന്റെ അടിസ്ഥാനത്തെ ഇളക്കിക്കളയുവാൻ, അതിന്റെ ഉറപ്പിനെ അസ്ഥിരപ്പെടുത്തുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു, ഓ റഖമന അസ്കലാതിരാധനഘടക, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മാവിലൊന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കണം. ആത്മാവിലൊരു ധൈര്യം പ്രാപിച്ച് എഴുന്നേൽക്കണം. ഒരു വിടുതലിന്റെയും അഭിവൃദ്ധിയുടെയും നീതി എന്ന സമാധാന ഫലം അനുഭവിക്കേണ്ടതിനുമായി നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ച് ഒന്ന് എഴുന്നേൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെബൂഖദ്നേസർ കണ്ട ഒരു ബിംബമുണ്ടായിരുന്നു. തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളിക്കൊണ്ടും അര താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പും കളിമണ്ണും കൊണ്ട് സുസ്ഥിരമായ ഭരണ സംവിധാനത്തിന്റെ ദർശനം. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ ഭരണാധിപന്മാരുടെ ഭരണത്തെ വിളിച്ചു വരുന്ന ദർശനം. ഓ റഖമനാ ഹസ്കലേ അച്ചസ്കൈഡകരഗദന അതുൽ പൗഡവാറിഗാനഗടക ശൈഡകരഗദന. ഹല്ലേലൂയ. സ്വപ്നം പറയുമ്പോൾ ഹല്ലേലൂയ നെബൂഖദ്നേസർ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ബിംബത്തിന്റെ കാൽപാദത്തിൽ വലിയൊരു കല്ല് വന്നു പതിച്ചു. സ്തോത്രം. ബിംബത്തെ തകർത്തിട്ട് ലോകങ്ങളെ ധൂളിയാക്കി അത് പറപ്പിച്ചു കളഞ്ഞു. ഞാൻ ആത്മാവിലൊരു ദൂത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെ നഷ്ടസ്വപ്നങ്ങളാക്കുവാൻ, ഓ റബന ശംധരാധരകിട, നിങ്ങളുടെ പ്രാർത്ഥന അനുഭവങ്ങളെ ഹല്ലേലൂയ പറപ്പിച്ചു കളയുവാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ
പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഓ ശഖമനാഹതൽ അസ്കരാതിരാതരഘടക ശബ്ദന അതുൽഘടക ശൈഡകര അതിർവരമ്പുകൾ കൽപ്പിച്ച് അടിവേര് തോണ്ടുവാൻ പിശാച് പദ്ധതി ഒരുക്കി കടന്നു വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം വചനത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു, നിങ്ങളുടെ തളർന്ന മുഴങ്കാലുകളെ ഒന്ന് ബലപ്പെടുത്തുവീ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവിന്റെ പദ്ധതി, സ്തോത്രം, നമ്മെ താളടിയാക്കുക എന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, ഹല്ലേലൂയ, ശിഷ്യന്മാരുമായിട്ട് ആ ഗദരദേശത്തിലേക്ക്, ആ തടാകം കഴിഞ്ഞ് അക്കരെ എത്തുവാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, 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 വെള്ളത്തിൽ മുക്കി അവരുടെ പദ്ധതിയെ അസ്തമിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ഗൂഢാലോചന. ചിന്തിച്ചേ, ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം, ഹല്ലേലൂയ, പദ്ധതികൾ പാളിപ്പോയവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഹല്ലേലൂയ. റകമനെ അസ്കരാതിരാതലഘടക അന്തരേറികൾഘടക തലമുറകളെ കുറിച്ച്, ഹല്ലേലൂയ, ദീർഘവീക്ഷണമുള്ളവരായി പലപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല ചിന്താഗതികളിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി, ഹല്ലേലൂയ, ഒരു വിജയം കാണുവാൻ, ഒരു ഫലപ്രാപ്തി കാണുവാൻ ആഗ്രഹിച്ച ഇടങ്ങളിൽ, ഹല്ലേലൂയ, ശത്രു എത്രയോ തലമുറകളെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കൈയും കാലും ഇട്ടടിക്കുകയാണ് അവരെ ഒന്ന് മടക്കി വരുത്തുവാൻ. സ്തോത്രം. ശാഖമനഹസ്കര അതൽ പൗഡവാറിബൽക്കെടക ശാന്തരാധരഘടക അതുൽക്കെടക യക്ഷസ്കൈഡകരിക്കതലഘടക ശബ്ദരാതിരാധരഘടക ആസ്മനാതിരാധലെ വൈഡകരകതുൽക്കെടക ശബ്ദര ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആധരങ്ങളെ തുറന്ന് അഭിഷേകത്തിന്റെ ശക്തിയോടെ ഇന്ന് പൽക്കാല ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കുതികാൽ വെട്ടുവാൻ നോക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. പിശാച് വിചാരിച്ചു ഈ യേശുവിനെയും ശിഷ്യന്മാരെയും ഈ കടലിൽ മുക്കിക്കളയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ഉദ്യമം അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അക്കരെ എത്തിക്കഴിഞ്ഞാൽ ഒരുത്തൻ വിടുതൽ പ്രാപിക്കും. അക്കരെ എത്തിക്കഴിഞ്ഞാൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടും. സ്തോത്രം. എന്റെ നിങ്ങളുടെ ജീവിതത്തിലൂടെ യേശുവിന്റെ മഹത്വത്തെ വെളിപ്പെടാതവണ്ണം പിശാച് ഒരുക്കുന്ന കെണികളെ സൂക്ഷിച്ചൊഴിയുവാൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയാൽ അതൊന്ന് കണ്ടുപിടിക്കുവാൻ, ഹല്ലേലൂയ, ആത്മദൃഷ്ടിയാൽ അതൊന്ന് തിരിച്ചറിയുവാൻ. ഓ റകമന ശന്തര അസ്കരാതിരാധലഘടക ശൈഡ എന്റെയും നിന്റെയും, ഹല്ലേലൂയ, ജീവിത നൗകയെ തകർത്തു കളയുവാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലത്തോട് എതിർത്തു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ മഹത്വം കാണുവാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ, നിങ്ങൾ ധൈര്യപ്പെടുത്തുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും തിരിച്ചറിയാത്ത രീതിയിലൂടെയാണ് പിശാച് തന്ത്രപരമായി നമ്മുടെ ആത്മജീവിതത്തെ കോട്ടിക്കളയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ പാമ്പ് നിന്നെ, ഹല്ലേലൂയ, ശല്യപ്പെടുത്തിയിട്ടില്ലേ? നീ എന്താ തിരിച്ചറിയാത്ത? ഒരു ദിവസം കൊണ്ട് വന്നതായ ഒരു തെറ്റല്ല ഏദനിൽ സംഭവിച്ചത്. പല പ്രാവശ്യമുള്ള പിശാചിന്റെ തന്ത്രമാണ് ഹൗവയെ വീഴ്ത്തിക്കളഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഉപായത്താൽ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, പല പ്രാവശ്യം അവളെ ഉപായത്താൽ, ഹല്ലേലൂയ, ചതിക്കുവാൻ, ഹല്ലേലൂയ, പിശാച് ശ്രമം നടത്തിയിരുന്നു.
ഓ റഖമന അസ്കരാതിരാതലഗഡഗ അക്ഷസ്കൈഡഗരഗര. ഒരൊറ്റ പ്രാവശ്യമായിരുന്നു എങ്കിൽ ഒരു വചനഭാഗം ഞാൻ അതിനോട് കണക്ട് ചെയ്യാം. ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ. ഓ, സ്നാനപ്പെട്ടു കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ നടത്തുമ്പോൾ പിശാചിന്റെ ഒരു തന്ത്രമല്ല, ഏകദേശം 3 തന്ത്രങ്ങളെ കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അവിടെ നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ വീഴ്ത്തിക്കളയുക. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പിശാചിന്റെ ഒരൊറ്റ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ശ്രേഷ്ഠത എന്ന് പറയുന്നത് ക്വാളിറ്റി, ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. പിശാച് ഒരുത്തനെ, ഒരു നീതിമാനെ വീഴ്ത്തിക്കളയുവാൻ അവൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, ഹല്ലേലൂയ, വളരെ ചെറുപ്പം മുതൽ ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി കൊള്ളാകുന്നവനായി ഹല്ലേലൂയ ഹല്ലേലൂയ നിലകൊണ്ടവൻ, ഏകദേശം 80 വയസ്സ് എത്തുമ്പോഴും രോഗശാന്തിയുടെയും ഭൂതശാന്തിയുടെയും ശുശ്രൂഷകളിൽ തികഞ്ഞവനായി ദൈവരാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഏകദേശം 80 വയസ്സായപ്പോൾ താൻ പാപത്തിൽ വീണുപോയി. സ്തോത്രം. പിശാച് ഹല്ലേലൂയ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എത്രയോ വർഷങ്ങളായി നിന്നെ വീഴ്ത്തിക്കളയുവാൻ ഉപായം അല്ല നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. പിശാച് ഹല്ലേലൂയ എപ്പോഴും ഇങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിരോധം കൽപ്പിക്കുവാൻ, നമ്മെ താഴ്ത്തിക്കളയുവാൻ, നമ്മുടെ കുടുംബത്തെ ഇല്ലാതെയാക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടമുണ്ടാക്കുവാൻ, നമ്മുടെ സംസാരത്തിൽ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുവാൻ, നമ്മുടെ ഇടപെടലുകൾ ഹല്ലേലൂയ പ്രയാസകരമാക്കി തീർക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നടപ്പിന്റെ ക്രമത്തെ തെറ്റിക്കുവാൻ അവൻ എപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ പ്രാർത്ഥന മടുത്തു പോകാത്തതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞാലും അവൻ ഓടിയിട്ട് തിരിച്ചു വരുന്നവനാണ്. ഹല്ലേലൂയ. ഓട്ടത്തിൽ അവൻ അങ്ങ് ഹല്ലേലൂയ അവന്റെ ഓട്ടം പൂർത്തീകരിച്ചെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. അവൻ കടന്നുപോയാൽ തന്നിലും ബലമേറിയ 7 പേരെ കൊണ്ട് അവൻ തിരിച്ചു വരുന്നവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് മുടന്തുള്ളത് ഏതൊക്കെ നിലകളിലാണ് നമുക്ക് മുടന്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന മുടന്ത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന മുടന്ത്, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന മുടന്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുടന്ത് കാണുമ്പോൾ ചിലർ നിന്നെയും എന്നെയും തിരിച്ചറിയും. ഹല്ലേലൂയ. മുടന്തുള്ളവനെ കാണുമ്പോൾ ചിലർ തിരിച്ചറിയും. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, യാബോക്കിന്റെ തീരത്ത് സ്തോത്രം ഹല്ലേലൂയ യാക്കോബ് ദൂതനുമായി മല്ല് പിടിക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. തന്റെ മസിൽ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ വിടാതെ വണ്ണം പിടിച്ചു വെച്ച് ഹല്ലേലൂയ തർജനത്തോടെ അവൻ നിലകൊണ്ടപ്പോൾ ദൂതൻ അവന്റെ തുടയുടെ തടം തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു മുടന്തുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മുടന്തുണ്ടാകരുത്.
ആത്മാവിൽ ധൈര്യത്തോടെ ചിലതിനെ കണ്ടുപിടിച്ചുകൊണ്ട്, ചിലതിനെ ദീർഘവീക്ഷണത്തോടെ നോക്കിക്കൊണ്ട്, അക്കരെ കടലിന്റെ അക്കരെ തിരമാലകളെ അതിജീവിച്ച് ചെല്ലുമ്പോൾ ഒരുത്തൻ കല്ലറയ്ക്കുള്ളിൽ, ഹല്ലേലൂയ, കല്ലറയ്ക്കുള്ളിലല്ല, സോറി, കല്ലറയുടെ മുകളിൽ പാർത്തുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ തന്റെ കോലാഹലം കാണിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട്, നഗ്നനായി, ഒരു പേടി സ്വപ്നമായി പിശാച് അവനെ, ഹല്ലേലൂയ, വലച്ച്, റമാസ്കായ് അധോ റബ സംധൽ പൗഡബ അറൽ ഘടക സ്കൈഡക രഗതന ഘടക ശബര ആസ്കനെ റിഗൽ ഘടക ശബ്ദരേതന. എന്റെ നിന്റെ കുടുംബത്തിനകത്ത് ചിലതിനെ പിശാച് ചങ്ങലകളാൽ ബന്ധിച്ചിട്ട് ആത്മാവിനും ശരീരത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഹല്ലേലൂയ, ചിലതിനെ കല്ലറയുടെ പുറത്തു വരെ കൊണ്ടുപോകാനേ പറ്റുന്നുള്ളൂ. അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവനെ അപ്പോൾ കല്ലറയ്ക്ക് ഉള്ളിലാക്കാമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നിയോഗമുള്ളവനെ കുറിച്ച് ഞാൻ പറയുന്നു, കല്ലറയുടെ പുറത്തു മാത്രമേ അവനെ കൊണ്ടുപോകുവാൻ നിനക്ക് അധികാരമുള്ളൂ. കല്ലറയ്ക്കകത്താക്കണമെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ സൃഷ്ടികർത്താവ് അറിയണം. പ്രൈസ് ദി ലോർഡ്. അവൻ ദൂരെ നിന്ന് വള്ളത്തിൽ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്ന തിരമാലയെ നിനക്ക് മുക്കിക്കളയുവാൻ കഴിയുകയില്ല. പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാറ്റേ നിനക്ക്, ഹല്ലേലൂയ, വിടുതലുകളെ തടുത്തു വെക്കുവാൻ കഴിയുകയില്ല. ആത്മാവിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ നാളുകൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒന്നൊന്നായി, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ. ഓ ഹല്ലേലൂയ, കാറ്റിനെ ശാന്തമാക്കുന്നവൻ, തിരമാലകളെ അടക്കുന്നവൻ, കരയ്ക്കെത്തിക്കുന്നവൻ, വിടുതൽ പകരുന്നവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയിലെ മുടന്തുകളെ ഒന്ന് മാറ്റാമോ? ദൈവപ്രസാദമുള്ള ഒരു പ്രാർത്ഥനയ്ക്കായി നമ്മെ സമർപ്പിച്ചു കൊടുക്കാമോ? ആത്മവിവേകത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? ഓ റബാന ശംധരാധരഘടക. ഏതു പ്രയാസങ്ങളുടെ നടുവിലും പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഈ കടലിന്റെ നടുക്ക്, ഹല്ലേലൂയ, ആ വെള്ളത്തിന്റെ ഹലോരസമായ തിരമാലകളുടെ ഹുങ്കാര ശബ്ദം, ഓ റബാന ശബ്ദര, ചെവികളിൽ അലയ്ക്കുമ്പോൾ, സ്തോത്രം, ശരീരത്തെ കോച്ചിപ്പിടിപ്പിക്കുന്ന തണുപ്പുമായി വല്ലാത്ത കാറ്റടിച്ചു കയറുമ്പോൾ, സ്തോത്രം, ഇതിനെ അതിജീവിക്കുന്ന ദൈവിക ദർശനത്തിന്റെ കണ്ണുമായി ഒരുത്തൻ സ്വർഗത്തിലേക്ക് നോക്കുന്നുണ്ട്. അവനെ, ഹല്ലേലൂയ, മറച്ച്, ഹല്ലേലൂയ, സ്വർഗാധിപന് അവിടെ ഇരിക്കുവാൻ കഴിയുകയില്ല. അവനെ ബലപ്പെടുത്തുവാൻ അവിടേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ, ഹല്ലേലൂയ, അവൻ ആത്മവിവശനായി, റഗമനാഹസ്തര അതൽ കിടക ശംധര തിരാതല കിടക. മുടന്തുള്ളത് പലപ്പോഴും, ഹല്ലേലൂയ, നമ്മെ, ഹല്ലേലൂയ, പരിധി കൽപ്പിക്കുമ്പോൾ, സ്തോത്രം, മുടന്തുള്ള കാലിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ, ഹല്ലേലൂയ, നമ്മുടെ അത്ലറ്റിക്സ് ഒക്കെ എന്താ പറയുന്നത്, അംഗഭംഗമുള്ളവർക്ക് വേണ്ടിയിട്ട് വേറെ മാരത്തൺ വെച്ചിട്ടുണ്ട്. അവരെ നല്ലവരുടെ കൂട്ടത്ത് ഓടിപ്പിക്കാറില്ല, ഇല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എനിക്കും നിനക്കും ദൈവം വെച്ചിരിക്കുന്ന ഓട്ടക്കളമുണ്ട്. അവിടെ മുടന്തു കൂടാതെ ഓടുവാനുള്ള ഒരു പ്രാപ്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിനവും ധൈര്യം പ്രാപിക്കുവാൻ, ദിനവും നമ്മുടെ കാലുകളുടെ, ഹല്ലേലൂയ, ആ ബലത്തെ ഒന്ന് ഉറപ്പാക്കുവാൻ,
Praise the Lord. ഹല്ലേലൂയ. ഓ റബാന ശബ്ദന. ഞാൻ ആ സങ്കീർത്തനത്തിലെ വാക്യത്തെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ സമയം ഏകദേശം ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളല്ലോ. ഹല്ലേലൂയ. 18:31 ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എന്റെ കാലുകളെ മാൻപേട കാൽക്ക് തുല്യമാക്കി. സ്തോത്രം. ഹല്ലേലൂയ. തന്നെ എതിരിടാൻ വരുന്ന ശത്രുവിന്റെ ഹല്ലേലൂയ ബലത്തെക്കുറിച്ചും തന്നെ എതിരിടാൻ വരുന്ന ശത്രു ആര് എന്നതിനെ കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ള ഒരു മാൻപേട. സ്തോത്രം. അത് ഹല്ലേലൂയ ഊന്നൽ കൊടുക്കുന്നത് തന്റെ കാലുകൾക്കാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വസ്ഥതയുള്ള വെള്ളം മാൻപേട കുടിക്കുമ്പോൾ തന്നെ അപായപ്പെടുത്താൻ വരുന്ന കരുത്തനും ശക്തനും കാടിന്റെ അധിപതിയുമായ ഒരു സിംഹത്തെ എതിരിടുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ മാൻപേടയെ ആശ്രയിക്കുന്നത് തന്റെ കാലുകളിലാണ്. അതൽക്കെടക ശംധര അതലകെടക സ്കൈഡകര അംധരെ റികൽക്കെടക ശൈഡകരകദന അസ്കുരാദലകെടക ശംധൽ പൗഡപരാപന അസ്കരെ റികൽക്കെടക ശൈഡരെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശുദ്ധീകരണം തികഞ്ഞ ഒരു കാല് എനിക്കും നിനക്കും ഉണ്ട് എങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ശത്രുവിന്റെ തന്ത്രങ്ങളെ സൂക്ഷിച്ച് ഒഴിയുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി ദൈവത്തിന്റെ ദൂത്? സ്തോത്രം. ഇബ്രായ ലേഖനത്തിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു കാല്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിത യാത്രയെ നന്നായിട്ട് കൊണ്ടുപോകുവാൻ ഉതകുന്ന കാല്. സ്തോത്രം. ഇവിടെ തന്ത്രമന്ത്രങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ മാൻപേട തന്റെ കാലുകൾക്ക് ശക്തി കൊടുത്തിട്ട് ഹല്ലേലൂയ അതിന്റെ സർവശക്തിയും എടുത്ത് ഹല്ലേലൂയ തന്റെ ജീവനെ സുരക്ഷിതമാക്കുവാൻ ഹല്ലേലൂയ തന്റെ ഓട്ടത്തെ പൂർത്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ഭക്തനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കാലുകൾ മാൻപേട കാൽക്ക് തുല്യമാകണം. അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. തന്റെ ജീവനെ സുരക്ഷിതമാക്കുവാൻ തന്റെ ജീവനെ സുരക്ഷിതമാക്കുവാൻ സർവശക്തിയും കാലുകൾക്ക് കൊടുത്തിട്ട് ഹല്ലേലൂയ ശത്രുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ ജീവന ഭീഷണി ഉണ്ടാകാതിരിക്കാൻ ശക്തിയോടെ ഓടുന്നത് പോലെ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ വിട്ടറിഞ്ഞിട്ട് ഹല്ലേലൂയ വിശുദ്ധീകരണം പ്രാപിച്ച ഞാനും നീയും ശക്തിയോടെ ആത്മീയ ജീവിതത്തിൽ നന്നായി ഓട്ടം തികയ്ക്കുന്നു എങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ എന്റെ ഓട്ടം തികച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്ന എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്ന ഒരു ദൈവം. ഒരു ഉപമയാണ് മാൻപേട കാൽക്ക് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തിൽ എന്റെ ഗിരികളിൽ എന്റെ ഗിരികളിൽ എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്ന ഒരു ദൈവം. എന്റെ ഗിരി എവിടെയാണ്? ഹല്ലേലൂയ. ഉന്നതി ഹല്ലേലൂയ നൽകി തരുവാൻ പ്രാപ്തിയുള്ള ഉന്നതനിരിക്കുന്നിടമാണ് ഗിരി. ഹല്ലേലൂയ. ഉന്നതൻ നമ്മെ താഴ്ത്തിക്കളയുന്നവനല്ല, ഉന്നതൻ നമ്മെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ഗിരി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഓട്ടം ഓടുമ്പോൾ
അവൻ നിന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. പിന്നെ അവൻ നിൽക്കുന്നത് ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ നഖത്തിനിടയിൽ ഞെരിഞ്ഞമരുന്ന അനുഭവത്തിലല്ല, പൂർണ്ണമായ വിശുദ്ധിയോടെ നീ ഓടുന്നു എങ്കിൽ നിന്റെ ഓട്ടം പൂർത്തീകരിച്ചിട്ട് നീ നോക്കുമ്പോൾ നിന്റെ കാല് നിൽക്കുന്നത് ഉന്നതമായ ഗിരിയിൽ തന്നെയാ. സ്തോത്രം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യേശു ശിഷ്യന്മാരുമായി ഹല്ലേലൂയ മലമുകളിൽ കയറി ഇരുന്ന ശേഷം അവരോട് പറഞ്ഞത് എന്നൊരു വാക്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഗിരി ഗിരി ഉന്നതമായ സ്ഥാനത്തിരുന്നാൽ ചില ഉന്നതമായത് പുറത്തു വരും. യേശു തിരുവായി മൊഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ അടിസ്ഥാനമായി ഹല്ലേലൂയ സംരക്ഷിക്കപ്പെടേണ്ട വചനത്തിന്റെ ഹല്ലേലൂയ മൊഴികളെ തന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുവിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയുന്നു ഹല്ലേലൂയ ചില ഉന്നതികളിൽ ദൈവം നമ്മെ കൊണ്ടുവന്നാൽ പിന്നെ നിന്റെ ആദരം പൊഴിക്കുന്നത് അനേകർക്ക് ആശ്വാസമുള്ളതാണ്. ഓ റബന ശബ്ദര, ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ നിങ്ങളോട് പറയുന്നു, ചിലരുടെ ആദരങ്ങളെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചില നല്ലത് പൊഴിക്കുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. ചിലരുടെ ആശ്വാസത്തിന് ഹല്ലേലൂയ പറയേണ്ടത് പറയുവാൻ ചിലരുടെ ആദരങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? നീ ആദരത്തെ പരമോന്നത കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചുകൊട്. ആത്മാവിൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, നിന്റെ ആദരത്തെ മധുരമുള്ളതും കൃപയുള്ളതും ചിലർക്ക് പ്രയോജനവുമായ അഭിഷേകത്തെ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും എന്ന പോലെ പാപത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുവാൻ പതറി നിൽക്കുന്ന നിന്റെ അധരത്തെ പരിശുദ്ധാത്മാവിന് പൽക്കാലം ബലപ്പെടുത്തുകയാ. ഓ റബാന ശംധരാതിരകട അസ്കരാദിനാദലകടക ശൈഡര അസ്കനേരികൽക്കടക ശബ്ദരാദിനാദന അതുൽക്കടക ശബ്ദൽ പൗഡ. ഓ മോശയെ പോലെ പലപ്പോഴും വിക്കി വിക്കി നീ സംസാരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ പൽക്കാലം പറയുന്നു, നിന്റെ വിക്കുമാറ്റി ചിലത് സ്ഫുടതയോടെ ദൈവസന്നിധിയിൽ മൊഴിയുവാൻ നിന്റെ ആദരത്തെ പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയാൽ ബലപ്പെടുത്തുകയാ. ഓ റമന ശബ്ദരാധര. എത്ര പേർ ദൈവത്തിന്റെ ദൂതുകളെ ഏറ്റെടുക്കുന്നുണ്ട്? കർത്താവേ, മോശ പലപ്പോഴും പറയുന്നുണ്ട്, ഞാനൊരു വിക്കനാ, എന്നെയും കൊണ്ട് പറ്റില്ല. സ്തോത്രം. ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനത്തോട് സംസാരിക്കുവാൻ എനിക്ക് കഴിവില്ല. സ്തോത്രം. ഉപാധികളുടെ മേൽ ഉപാധി പറയുന്ന നിന്റെ ആദരത്തെ ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് തൊടുന്നു എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുകയാണ്. സ്തോത്രം. നിന്റെ ഉപാധിയല്ല ഇവിടെ വിഷയം. ഹല്ലേലൂയ ഉന്നതനായ ദൈവത്തിന്റെ നാവായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിരിക്കുകയാ. എന്ന് പറയുന്ന ഹല്ലേലൂയ ആ ഡിവൈസിൽ പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ പറയുന്നു, ചിലത് എത്രയോ നാളായി നീ ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാ. ഹല്ലേലൂയ. ചിലതിനെ പുറപ്പെടുവിക്കണമെന്ന് നിനക്ക് നല്ലവണ്ണം ആഗ്രഹമുണ്ട്. ചിലതിനെ മുടന്തുള്ളതാക്കി തീർക്കുവാൻ, ചിലതിനെ വിക്കുള്ളതാക്കി തീർക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ആത്മാവിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ആദരത്തെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ നിന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ചിലർക്ക് മധുരമായി ഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. ദൈവാത്മാവിനെയാണ് പറയുന്നത്, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എത്രയോ നാളായിട്ട് അടക്കി പിടിച്ചിരിക്കുന്ന ചിലതിനെ നിന്റെ ആദരത്തിലൂടെ കൂടെ ഹല്ലേലൂയ ശബ്ദമായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ചെറിയ എഴുത്തുകൾ ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനപ്പെടും.
ചിലതിനെയൊക്കെ മൂടിക്കെട്ടി, ചിലതിനെയൊക്കെ ഹല്ലേലൂയ അറപ്പിച്ച് വെച്ചിരിക്കുന്ന ഇടത്ത് നിന്ന് ആത്മാവിൽ പുറത്തു ചാടുവാൻ ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. വാക്കുകൾക്ക് ഫുസ്റ്റോപ്പിട്ട് നിന്നെ മിണ്ടാതാക്കുവാൻ ശ്രമിക്കുന്ന ശത്രുപക്ഷത്ത് നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഓ റബാന ശബ്ദരെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദത്തിന് ഉളുക്ക് മാറിയാൽ നിനക്ക് ഹല്ലേലൂയ കാല് നടക്കാൻ പാത കർത്താവ് നിരപ്പാക്കി തരും. സ്തോത്രം. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ യേശുവിന്റെ ഹല്ലേലൂയ ജനനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ലോകത്താകമാനം ഒരു ക്രമീകരണം ഉണ്ടായി. സ്തോത്രം. പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പാടിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ കാല സമ്പൂർണതയിൽ അവന്റെ ഹല്ലേലൂയ ജനനം ഭൂമിയിൽ ഉണ്ടായപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾക്കും അധികാരങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ഹല്ലേലൂയ പൗരോഹിത്യത്തിനും എല്ലാം ബ്രേക്ക് ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിന്റെ പാത നിരപ്പാക്കുവാൻ വേദപുസ്തകത്തിൽ പറയുന്നു, യോഹന്നാൻ കടന്നു വന്നു എങ്കിൽ എന്റെയും നിന്റെയും ആത്മീയ ജീവിതത്തിന്റെ പാത നമ്മുടെ ഉളുക്കുകൾ മാറുമ്പോൾ നമ്മൾ വിശുദ്ധീകരണത്തിലേക്കും നിർമ്മലീകരണത്തിലേക്കും ഗുണീകരണത്തിലേക്കും തേജസ്കരണത്തിലേക്കും കടന്നു വരുമ്പോൾ നമ്മുടെ പാത സഞ്ചരിക്കേണ്ടുന്ന നമ്മുടെ കാല് സഞ്ചരിക്കേണ്ടുന്ന പാതകളെ പരിശുദ്ധാത്മാവ് ക്രമപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നിന്റെ കാല് മാൻപേടക്കാല് പോലെ, പിന്നെ നിന്റെ കാല് നിൽക്കുന്നത് സ്തോത്രം ഗിരികളിൽ. പിന്നെ ഗിരികളിൽ നീ ആയിരുന്നാൽ നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ചില ശുഭ്രമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ നേരെയാക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ചിലരെ ക്രമപ്പെടുത്തുന്നത്. നിന്റെ കാല് ഗിരിയിൽ ഉറച്ചാൽ നിന്റെ ആദരം തുറക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആദരം തുറന്നാൽ പിന്നെ നീയല്ല സംസാരിക്കുന്നത്, ഹല്ലേലൂയ, നിന്നിലൂടെ നിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സംസാരിക്കും. നിന്റെ അസ്തിത്വം മാറി, നിന്റെ അനുഭവം മാറി. പിന്നെ നീ നിയന്ത്രിക്കുന്നത് കർത്താവിന്റെ ഹൃദയമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നിന്നെ നിയന്ത്രിക്കുന്നത് കർത്താവിന്റെ ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമയമെടുത്ത് തീരുകയാ. ഹല്ലേലൂയ. ആകയാൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഇന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ മുടന്ത്, ഹല്ലേലൂയ, ഉളുക്ക്, ഇതൊക്കെ ഒന്നും മാറുമ്പോൾ നമ്മുടെ കാൽ നടക്കേണ്ടുന്ന പാതയെ ഹല്ലേലൂയ കർത്താവ് ഒരുക്കിത്തരും. നമ്മെ പിന്നെ നിർത്തുന്നത് ഗിരികളിലാ. പിന്നെ നമ്മളെ കാണുന്ന ചില കണ്ണുകളുണ്ട്. ഹല്ലേലൂയ. നമ്മളെ വിലയിരുത്തുന്ന അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗിരിയിൽ നിന്നാൽ ഒത്തിരി പേർക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. മലമുകളിൽ നിന്നാൽ ഒത്തിരി പേർക്ക് കാണാൻ പറ്റും. ഉന്നതിയിൽ നീ ആയിത്തീർന്നാൽ ഒത്തിരി പേർക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. നിന്നെ വിലയിരുത്തുമ്പോൾ നിന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയമായിരിക്കണം. നീ വിശുദ്ധിയുടെ മണ്ഡലത്തിലായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർ പെട്ടകം വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ യോർദാന്റെ വെള്ളത്തിൽ അവിടെ കാൽ ചവിട്ടിയപ്പോൾ വെള്ളം ഭ്രമിച്ചുപോയി. സ്തോത്രം. ലോകം നമ്മെ കണ്ട് ഭ്രമിക്കും. ലോകം നമ്മെ ഭയപ്പെടും. പിശാച് വിറയ്ക്കും. നമ്മുടെ കാൽ ഉളുക്കില്ലാത്ത അനുഭവത്തിൽ വിശുദ്ധിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാൽ ക്രിസ്തുവാകുന്ന പാറയിൽ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ആഴം എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും എന്നോടും നിങ്ങളോടും ശക്തമായി സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെ ആയി പണ്ടേ വിടയാക്കിയതിൽ നന്ദി. ഹല്ലേലൂയ. ഈ പ്രസ്ഥാനത്തെ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
പ്രിയറോയ് പാസ്റ്ററേയും കുടുംബത്തെയും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ ദൈവനാമത്തിന് എടുക്കുന്ന എല്ലാ എഫേർട്ടുകൾക്കും നല്ലൊരു ഫലം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഡിവൈസിലായിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചതിൽ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.